സംസ്ഥാനത്തെ കണ്ണീരിലാഴ്ത്തി കോഴിക്കോട് പാളയത്ത് ഭൂഗർഭ അഴുക്കുചാലിൽ അറ്റകുറ്റപ്പണിക്കിറങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. പണിക്കിറങ്ങിയ 2 ആന്ധ്രാപ്രദേശ് സ്വദേശികളും ഇവരെ രക്ഷിക്കാനെത്തിയ കുരുവിശ്ശ് സ്വദേശി ഓട്ടോറിക്ഷ ഡ്രൈവർ നൌഷാദുമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ കരാറുകാരനെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. രാവിലെ 10:30യോടെയാണ് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കാനിറങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ എന്നിവർ അപകടത്തിൽപ്പെട്ടത്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ മാൻഹോൾ തുറക്കവെ പുറത്തുവന്ന വിഷവാതകം ശ്വസിച്ച് 2 പേരും ബോധക്ഷയം സംഭവിച്ച് 12 അടി താഴ്ചയുള്ള മാൻഹോളിൽ വീഴുകയായിരുന്നു. തൊഴിലാളികൾ മാൻഹോളിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ ഓട്ടോ തൊഴിലാളി കരുവിശ്ശേരി സ്വദേശി നൌഷാദും അപകടത്തിൽപ്പെട്ടു. ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി 3 രക്ഷിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. കൂടിയ അളവിൽ വിഷവാതകം ശരീരത്തിനുള്ളിലെത്തിയതാണ് 3 മരണകാരണമെന്നാണ് ആശുപത്രി റിപ്പോർട്ട്. തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ജോലിയെടുപ്പിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബീച്ച് ഫയർഫോഴ്സ് ഡിവിഷൻ ഓഫീസർ അരുൺ ശങ്കർ പറഞ്ഞു. ഓക്സിജൻ കിട്ടാതെ താഴെ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് അത് ഇതിൽ വളരെ ക്ലോസർ എൻകോസ്റ്ററാണ്, അപ്പോൾ എയർ കാണത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നുകിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് റോപ്പ് കൊടുത്തിട്ടൊക്കെ ആളിനെ ഇറക്കി നോക്കാവും. പക്ഷെ അവർ അല്ലാതെ ലിഡ് തുറന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് ആൾ വീണു, രണ്ടാമത്തെ ആൾ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കി അയാൾ വീണു, പിന്നെ ഒരു ഓട്ടോക്കാരൻ മൂന്നാമത് കണ്ടുവന്നൊരു ഓട്ടോക്കാരൻ വന്ന് ചാടി രക്ഷപ്പെടുത്താൻ നോക്കി അയാളും വീണു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി ജില്ലാ കളക്ടർ 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകളുമായി മുംബൈ നഗരം. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് 7 ആണ്ടുകൾ തികയുമ്പോഴും മുഴുവൻ കുറ്റവാളികളെയും ഇനിയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാതെ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ പ്രസ്താവനകളായി തുടരുകയാണ്. ഇന്ത്യയെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 7 വയസ്സ്. 2008 നവംബർ 26-നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ മായാത്ത മുറിവുമായി മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ആക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന 10 പാക് ഭീകരർ മുംബൈ കൊളാബയിലെ ഈ തീരം വഴിയാണ് നുഴഞ്ഞു കയറിയത്. പിന്നീട് അവർ സംഘങ്ങളായി CST റെയിൽവേ സ്റ്റേഷൻ, കാമ ഹോസ്പിറ്റൽ, താജ് ഹോട്ടൽ, ട്രൈഡൻ ഹോട്ടൽ, നരിമാൻ ഹൗസ്, ലിയോപോൾ കഫേ എന്നിവിടങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. 3 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളാണ്. സുരക്ഷാസേന ജീവനോടെ പിടികൂടിയ അമീർ അജ്മൽ കസബാണ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയാണെന്ന് വ്യക്തമാക്കിയത്. ഭീകരരെ തുരത്തുന്നതിനിടെ ജീവൻ വെടിഞ്ഞ മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും മറ്റു പോലീസുകാരുടെയും ഓർമ്മകളിലും തീവ്രവാദത്തിനെതിരെ രാജ്യത്തിന് ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഭീകരത നടന്നിട്ടും 7 വർഷം കഴിഞ്ഞതിന് ശേഷവും ബോംബെയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷിതത്വവും നടന്നിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ 7ാം വാർഷികത്തിലും നഗരത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രഹസനമായി മാറുന്ന കാഴ്ച രാജ്യത്തിൻ്റെ ഭീകര വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശോഭ കുറയ്ക്കുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ വളരെ സിമ്പിളാണ്. എങ്കിലും അദ്ദേഹത്തെ വെയിറ്ററുടെ റോളിൽ സങ്കല്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ നിൽക്കുന്ന ആളെ കണ്ട് ആരും ഞെട്ടേണ്ട. ആ വെയിറ്റർ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്നെ. അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണോ ചിന്തിക്കുന്നത്? ഇതാണ് ബറാക് ഒബാമ. വെയിറ്ററുടെ റോളായാലും അത് സന്തോഷത്തോടെ ചെയ്യും. അമേരിക്കയിൽ വിഖ്യാതമായ താങ്ക്സ് ഗിവിംഗ് അത്താഴവിരുന്നിലാണ് ഒബാമ വെയിറ്ററുടെ റോളിൽ എത്തിയത്. മിഷേൽ ഒബാമയും മക്കളും അത്താഴവിരുന്ന് വിളമ്പാൻ ഒബാമയ്ക്കൊപ്പമുണ്ടായിരുന്നു. വാഷിംഗ്ടണിലെ ഫ്രണ്ട്ഷിപ്പ് പ്ലേസ് ഹോംലെസ് സെന്ററിൽ വീടില്ലാത്ത ആളുകൾക്കും മുതിർന്നവർക്കും നൽകിയ വിരുന്നിലായിരുന്നു ഈ അപൂർവ കാഴ്ച. അത്താഴവിരുന്ന് വിളമ്പിക്കൊടുക്കുമ്പോൾ അതീവ സന്തുഷ്ടനായിരുന്നു ഒബാമ. അത്താഴം കഴിക്കാനെത്തിയവരോട് അദ്ദേഹം നന്ദി പറയുന്നതും കുശലാന്വേഷണം നടത്തുന്നതും വീഡിയോയിൽ കാണാം. ബറാക് ഒബാമ എന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്നും ലോക നേതാക്കൾക്ക് മാതൃകയാണ്. എത്ര ഉയർന്ന പദവിയിലായിരുന്നാലും ലാളിത്യമായിരിക്കണം മുഖമുദ്ര എന്ന മാതൃക. ന്യൂസ് ഡെസ്ക്. ആപ്പിൾ വാച്ച് വില കൊണ്ട് മാത്രമല്ല ശരിക്കും ശരീരവും പൊള്ളിക്കും.
ആപ്പിൾ വാച്ച് ധരിച്ചതിനെ തുടർന്ന് ശരീരം പൊള്ളിയതായി പരാതി. എന്നാൽ പരാതി കാര്യമായിട്ടെടുക്കാൻ ആപ്പിൾ തയ്യാറായില്ല. ഡെൻമാർക്ക് സ്വദേശിയായ ഒരു ആപ്പിൾ ഉപയോക്താവിന്റെ പരാതിയാണിത്. തന്റെ ആപ്പിൾ വാച്ചിന്റെ സ്ട്രാപ്പ് മൂലം ശരീരം പൊള്ളിയതായി വൃദ്ധനായ ജോഗൻ മോറിറ്റ്സൺ പരാതിപ്പെടുന്നു. വാച്ച് ധരിച്ച് ഒരു ക്ലബ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം. വാച്ച് പൊടുന്നനെ ചൂടാവുകയും ശരീരം പൊള്ളുകയും ചെയ്തതായി മോറിറ്റ്സൺ പറഞ്ഞു. സ്ട്രാപ്പ് കെട്ടിയ ഭാഗത്ത് കൈ വല്ലാതെ നീറാനും തുടങ്ങി. തന്റെ മാംസം വേവുന്ന ഗന്ധം തനിക്ക് ശരിക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നുവെന്നും ജോർഗൻ പറയുന്നു. ശരീരത്തിൽ വല്ലാതെ ഒട്ടിപ്പിടിച്ചതിനാൽ വാച്ച് അഴിച്ചെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു. അതിനാൽ വിരൽ പോലും വെന്തുപോയെന്നും ജോർഗൻ പറയുന്നു. ആപ്പിളിൽ പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ പരാതി കാര്യമായി എടുക്കാൻ ആപ്പിൾ തയ്യാറായിട്ടില്ല. പകരം കൈ പൊള്ളിയതിന് തെളിവില്ലെന്നാണ് ആപ്പിളിന്റെ വാദം. ആപ്പിൾ ഉപകരണങ്ങളുടെ വലിയ ആരാധകനാണ് ജോർഗൻ. സ്ട്രാപ്പ് ചൂടായതല്ലാതെ വാച്ചിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് ജോർഗൻ പറയുന്നത്. എന്നിട്ടും തനിക്കൊരു വിശദീകരണം തരാൻ ആപ്പിൾ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ജോർഗൻ പരാതിപ്പെടുന്നു. ആപ്പിൾ വാച്ചിൽ താൻ തൃപ്തനായിരുന്നു. വാച്ച് മാത്രമല്ല, എല്ലാ ആപ്പിൾ ഉപകരണങ്ങളും തനിക്ക് സന്തോഷം പകരുന്നുണ്ട്. ഇത്തരം സംഭവം അപൂർവം മാത്രമായിരിക്കുമെന്നും ജോർഗൻ വ്യക്തമാക്കി. ആപ്പിളിന്റെ ഡെൻമാർക്കിലെ ബ്രാഞ്ച് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്. ഇന്ധനമോ വൈദ്യുതിയോ ഇല്ലാതെ വാഹനം ഓടിക്കാൻ കഴിയുമോ? കഴിയുമെന്നാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്കൂളിൽ നിന്ന് ശാസ്ത്രോത്സവത്തിനെത്തിയ കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം. വാതകത്തിന്റെ മർദ്ദം ഉപയോഗിച്ചാണ് ഇവരുടെ മോട്ടോർ വാഹനം ഓടുന്നത്. ഇതാണ് ബാസ്മിന്റെയും അസ്ലിഹിന്റെയും ശാസ്ത്ര കണ്ടുപിടുത്തം. വായുവിന്റെ മർദ്ദം യാന്ത്രികോർജകമാക്കി ഓടുന്ന 4 ചക്ര വാഹനം. 7 ക്യൂബിക് മീറ്റർ ഗ്യാസ് സിലിണ്ടറിലെ വാതകം ഉപയോഗിച്ച് 40 മിനിറ്റ് വാഹനം ഓടിക്കാനാകും. 25 മുതൽ 35 കിലോമീറ്റർ സ്പീഡിൽ ഇത് ഓടുകയും ചെയ്യും. ഇത് നമ്മൾ പെട്രോളിനോ ഡീസലിനോ പകരം എയർ ഫ്യൂലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. നമ്മളിതിൽ 7 m³ കപ്പാസിറ്റി ഉള്ള ഒരു സിലിണ്ടറാണ് ഇതിൽ വെച്ചേക്കണം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് എയർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 35 to 40 മിനിറ്റ്സ് കൊണ്ട് വരെ നമുക്ക് ഈ എഞ്ചിൻ പ്രവർത്തിക്കും. 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൈലൻസർ ഘടിപ്പിച്ച് ശബ്ദം ഒഴിവാക്കാനും കഴിയും. 5000 രൂപ മാത്രം ചെലവിൽ വാഹനം നിർമ്മിക്കാനാകുമെന്നാണ് ഇരുവരുടെയും അവകാശവാദം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രഭാത ഭക്ഷണത്തിലൂടെയും വൈകുന്നേരത്തെ സ്നാക്സുകളിലുമായി എത്രത്തോളം ഫ്രീ ഷുഗർ നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെന്നറിയാമോ? പലരും അതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒളിഞ്ഞിരിക്കുന്ന ഈ മധുരം നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന മധുരം ഉപേക്ഷിച്ചാൽ രോഗിയാകാതെയും ദീർഘായുസോടെയും ഇരിക്കാമെന്ന് സാരം. മുതിർന്നവരായാലും കുട്ടികളായാലും തങ്ങളുടെ നിത്യഭക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് 10% കണ്ട് കുറയ്ക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. സംസ്കരിച്ച ഭക്ഷണയിനങ്ങളിൽ ഇത്തരം ഹിഡൻ ഷുഗർ ധാരാളം അടങ്ങിയിരിക്കുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ മധുരപലഹാരങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതലാണ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണുന്ന ഹിഡൻ ഷുഗർ. കലോറികളുടെ അമിതമായ ഉപയോഗം രക്തത്തിൽ ഇൻസുലിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ശരീരപോഷണത്തെ താളം തെറ്റിക്കുകയും വയർ ചാടുന്നതിനും പല്ലുകൾക്ക് ബലം കുറയുന്നതിനും ഇടയാക്കുകയും ചെയ്യും. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നതിനും ഷുഗർ ഒരു വലിയ കാരണമായി ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പഞ്ചസാരയിൽ പ്രോട്ടീൻ, അത്യാവശ്യ ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ് എന്നിവ അടങ്ങിയിട്ടില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ 10 മുതൽ 20% വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആരോഗ്യകരമായ ഭക്ഷ്യശീലം എന്നാൽ വ്യത്യസ്ത ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. നാരും വൈറ്റമിനും മിനറൽസും അങ്ങനെ എല്ലാ പോഷകങ്ങളും വേണം. ന്യൂസ് ഡെസ്ക്. ധവള വിപ്ലവത്തിന്റെ പിതാവിന് ഗൂഗിളിന്റെ ആദരം. മലയാളിയായ വർഗീസ് കുര്യന്റെ 94ാം ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രത്യേക ഡൂഡിലൊരുക്കിയാണ് ഗൂഗിൾ ആദരം അർപ്പിച്ചത്. രാജ്യത്തെ ധവള വിപ്ലവത്തിന്റെ പിതാവും ആനന്ദ് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സ്ഥാപകനുമായ വർഗീസ് കുര്യനാണ് ഗൂഗിളിന്റെ ആദരം. അദ്ദേഹത്തിന്റെ 94ാം ജന്മവാർഷിക ദിനമായ ഇന്ന് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണ് ഗൂഗിൾ ഡൂഡിലിൽ വർഗീസ് കുര്യനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് 1921 നവംബർ 26-നായിരുന്നു വർഗീസ് കുര്യന്റെ ജനനം. മിഷിഗണിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടി തിരിച്ച് ഇന്ത്യയിലെത്തിയ വർഗീസ് കുര്യനെ കേന്ദ്ര സർക്കാർ ബോണ്ട് കാലാവധിയിൽ ജോലി ചെയ്യാനായി ഗുജറാത്തിലെ ആനന്ദിലേക്ക് നിയോഗിച്ചു. ഇവിടെ എത്തിയ ശേഷമാണ് ധവള വിപ്ലവം എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും കാർഷിക മുന്നേറ്റത്തിലേക്ക് അദ്ദേഹം ചുവടുവെച്ചത്. സഹകരണ മേഖലയിൽ പാൽ വ്യവസായത്തിന്റെ സാധ്യതകൾ തുറക്കുന്നതായിരുന്നു വർഗീസ് കുര്യന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ത്രിഭുവൻദാസ് പട്ടേലിനൊപ്പമായിരുന്നു വർഗീസ് കുര്യന്റെ പ്രവർത്തനങ്ങൾ.
ആനന്ദ് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പിന്നീട് ദേശീയ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ചത്. അമുൽ എന്ന ബ്രാൻഡിൽ പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ തുടങ്ങി. വർഗീസ് കുര്യന്റെ ശ്രമങ്ങളുടെ ഭാഗമായി വിജയിച്ച ധവള വിപ്ലവത്തിലൂടെയാണ് ഇന്ത്യ ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത്. അമൂലിന്റെ വിജയത്തിന് പിന്നാലെ ആനന്ദ് ആസ്ഥാനമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് അഥവാ ഇർമയും വർഗീസ് കുര്യനാണ് സ്ഥാപിച്ചത്. 2012 സെപ്റ്റംബർ 9 വർഗീസ് കുര്യൻ ലോകത്തോട് വിട പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.